എല്ലാവർക്കും ഹലോ. മൈൻഡ് ജേർണിയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോടൊരു ചെറിയ ചോദ്യം ചോദിക്കാനാണ് വന്നിരിക്കുന്നത്. നമ്മൾ എന്തുകൊണ്ടാണ് ഒരേ സംഭവത്തെ രണ്ട് പേര് രണ്ട് തരത്തിൽ കാണുന്നത്? ഒരു ഉദാഹരണത്തിന് നോക്കാം. നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിന് മെസ്സേജ് അയച്ചു. 5 മിനിറ്റ് കഴിഞ്ഞു, 10 മിനിറ്റ് കഴിഞ്ഞു, 1 മണിക്കൂർ കഴിഞ്ഞു, എന്നിട്ടും റിപ്ലൈ ഇല്ല. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെയാണ് വരുന്നത്? ഞാൻ അവൾക്ക് ഇഷ്ടപ്പെടാത്തത് എന്തെങ്കിലും ചെയ്തോ, പറഞ്ഞോ, എന്നോട് ദേഷ്യമാണോ, ഇനി എന്നോട് സംസാരിക്കില്ലേ? പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് ആ സുഹൃത്ത് നമുക്ക് മെസ്സേജ് അയച്ചേക്കണേന് സോറി, ഫോൺ സൈലൻ്റ് ആയിരുന്നു. ഇത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും പ്രശ്നം യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നില്ല, നമ്മുടെ മനസ്സാണ് ബാക്കി കഥ മുഴുവൻ ഉണ്ടാക്കിയത്. അതാണ് സൈക്കോളജി വളരെ രസകരമാകുന്നതിന് കാരണം. സൈക്കോളജി എന്നത് മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാനുള്ള ഒരു മാജിക് ഒന്നുമല്ല. നമ്മളെങ്ങനെ ചിന്തിക്കുന്നു, എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നു, ആ ചിന്തകൾ നമ്മുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു, ഇതൊക്കെയാണ് സൈക്കോളജിയിൽ പഠിക്കുന്നത്. ഇനി മറ്റൊരു ഉദാഹരണം നോക്കാം. ഒരു പരീക്ഷ കഴിഞ്ഞ് 2 കുട്ടികൾ മാർക്കൊക്കെ കിട്ടി, ജസ്റ്റ് പാസ്. അതിലൊരാൾ പറയുന്നതാണ്, സാരമില്ല, അടുത്ത തവണ ഞാൻ നന്നായിട്ട് പഠിക്കും.